ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫേസ് വാഷൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഡെയിലി ബേസിലുള്ള മറ്റേ സൺസ്ക്രീനും കൂടെ ഇട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നേരെ ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇത് കട്ടിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ വാർഡ്രോബൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയർ ഡെയിലി യൂസ് ചെയ്യണതും അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോകണം മേക്കപ്പ് ഇതൊക്കെ കൂടെ മിക്സഡായി കിടന്നിട്ട് എന്നും ഇട്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ റൂമിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെ ഹാളിൽ വെച്ചതായിരുന്നു. അതിനടുത്ത് മാറ്റിയിട്ട് നേരെ ഞാൻ എൻ്റെ റൂമിൻ്റെ വിൻഡോയിൽ വെക്കാനാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ സ്വിങ് മെഷീൻ വെച്ചതിൻ്റെ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം എന്നും കുറേ സ്റ്റിച്ച് ചെയ്യലും അതൊക്കെ ആയിട്ട് എന്താണ് നമ്മൾ അവിടെ തന്നെ സാധനങ്ങൾ അവിടെ വെക്കും. പിന്നെ എടുത്ത് വെക്കാൻ ഭയങ്കര മടിയും അങ്ങനെയൊക്കെ ആവും. പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ചത്, അത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും. എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി വേണമെങ്കിൽ നമ്മുടെ ബെഡ്റൂം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കും കുറേ കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഷീറ്റ് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റ് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വൈറ്റ് ക്ലോത്തിൽ ഞാൻ തന്നെ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ ഒരു വിൻഡോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രെയിമും അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്ലാന്റും കൂടെ വെക്കുന്നുണ്ട്. ഇതൊരു മണി പ്ലാന്റ് ആണ് തോന്നുന്നത്. ഞാൻ വെള്ളത്തിലാണ് ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത് വേരൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു 2 പ്ലാന്റ്സും കൂടെ വെച്ചപ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട് ഈ ഒരു വിൻഡോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പോസിറ്റീവ് ഫീലുണ്ട് ഇപ്പോൾ ഈ വിൻഡോൻ്റെ ഈ സൈഡിലേക്ക് മൊത്തം നോക്കുമ്പോൾ. ഇത് നമുക്ക് എന്തെങ്കിലും ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നേരെ ഞാൻ ഇത് ചോറും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ അടുത്ത വീഡിയോയിലോ അങ്ങനെ എന്തായിട്ട് ഇടാം കേട്ടോ. പിന്നെ എന്തായാലും അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാനത് കട്ടൻ ചായൻ്റെ കൂടെ ഞാനത് കഴിച്ച് പിന്നെ ഈ ഒരു ഫ്ലവർ സിസ്റ്റർ കൊണ്ട് തന്നാണ്. ഈ ഫ്ലവർ നേരെ എൻ്റെ ആ ഒരു ജനലുള്ള വെള്ളത്തിലിട്ടിട്ട് ഞാൻ പിന്നെ നേരെ പോയിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിലക്കടല ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അവിലും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൈ കാണണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്കൈന് കുറച്ച് നേരം നിങ്ങൾ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ നേരെ എന്തായി പഴവും അതുപോലെ പാലൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് അവിൽ വറുത്തതും അതുപോലെ തന്നെ നിലക്കടല വറുത്തതും പിന്നെ നമ്മളുടെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ കളറായിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിൽ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മളെല്ലാവരും കൂടി ഒന്ന് കഴിച്ച് പിന്നെ എൻ്റെ ബോറിങ് ടൈമിൽ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കണം ഒരു കാര്യത്തിൽ ഇതാണ് ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബാലൻസ് ആയിട്ടുള്ള ഇങ്ങനെ തുണ്ടായിട്ടുള്ള കുറച്ച് മെറ്റീരിയലൊക്കെ ഉണ്ടാവുമല്ലോ ആ മെറ്റീരിയൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ബോഡി സ്ട്രക്ചർ ഇല്ലുസ്ട്രേഷൻ വരച്ചിട്ട് ഞാൻ ഇതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന കുറേ പുതിയ ഐഡിയയിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആ സ്ട്രക്ചറിന് പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. പിന്നെ കുഞ്ഞൊരു ഡിസൈൻ ആക്കിയിട്ട് ആ ഒരു ഇതും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം അല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ കുറേ കാലം വരെ നമുക്ക് ഈ ഒരു ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു മെമ്മറബിൾ ഡേ ആയിട്ട് ഇത് മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിങ്ങനെ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ബോഡി സ്ട്രക്ചർ ഇല്ലുസ്ട്രേഷനായിട്ട് വരച്ചിട്ട് എങ്ങനെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ഒരു ഐഡിയക്ക് ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ. കുഞ്ഞു പീസ് മതി. ഇങ്ങനത്തെ പഴയ തുണികളോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഫ്രീ ടൈം അതുപോലെ തന്നെ ബോറിങ് ടൈമൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഭയങ്കര ഒരു മൂഡി ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ എന്തോ വൈകുന്നേരത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു മൂഡി എന്തോ പോലെ തോന്നിയപ്പോൾ ഞാൻ ഇരുന്ന് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്താ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ മനസ്സിന് തോന്നുന്നുണ്ട് ഒരു എനർജി ആയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.